ദിലീപിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമയായിട്ടുള്ള തങ്കമണീൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ 10 മണീൻ്റെ ഷോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇമാക്സ് എന്ന് കണ്ടുവരികയാണ്. രതീഷ് രഘുനന്ദനാണ് സംവിധാനം ചെയ്ത്. രതീഷ് രഘുനന്ദൻ ദിലീപ് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ആദ്യ ചിത്രമാണ് തങ്കമണി. പേര് പോലെ തന്നെ തങ്കമണി എന്ന സ്ഥലത്തെ പറ്റിയുള്ള കഥയാണ്. ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട കഥ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ നമ്മൾ പടത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ട്രെയിലറിൽ ഉള്ള പോലെ തന്നെ ദിലീപ് ഗൾഫിൽ നിന്ന് വരുന്ന ആളാണ്. ഫസ്റ്റ് തന്നെ അതാണ് കാണിക്കുന്നത് തന്നെ. പിന്നെ പടം തുടങ്ങിയിട്ട് നമുക്ക് ഒരു പടത്തിലേക്ക് വരെ ഇൻട്രസ്റ്റിംഗ് ആയി വരെ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്ലോ ബേസ് പോയിട്ട് ഇൻ്റർവെല്ല് ആകുമ്പോഴേക്ക് ഇൻ്റർവെല്ലിനോട് അടുപ്പിച്ച് വരുന്ന ആ തങ്കമണി എന്ന് പറഞ്ഞ ആ ഒരു ഇൻസിഡൻറ്റ് വരുന്ന ആ സമയം തൊട്ട് പടം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വെച്ചാൽ ഞാൻ ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ സ്ലോ ബേസ് പോകുന്നതുകൊണ്ട് തന്നെ എന്താ കഥ എന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞ്, പക്ഷേ ഇൻ്റർവെല്ലിനോട് അടുപ്പിച്ച് പടം ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിലുള്ളൊരു ഇൻ്റർവെൽ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഇൻ്റർവെല്ലിന് ശേഷവും ദിലീപിൻ്റെ അത്യാവശ്യം നല്ല പെർഫോമൻസാണ് പടത്തിലുള്ളത്. ഇൻ്റർവെല്ലിന് ശേഷം നല്ല രീതിയിൽ തന്നെയാണ് പടം പോകുന്നത്. പിന്നെ ക്ലൈമാക്സിലൂടെ അടുപ്പിക്കുന്ന സമയത്ത് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് പറയുന്നില്ല, അത് ചെറിയൊരു ട്വിസ്റ്റ്, വലിയ കുഴപ്പമില്ലാത്ത ഒരു ട്വിസ്റ്റ്. പിന്നെ മൊത്തത്തിൽ പടം നല്ല പടം, കുഴപ്പമൊന്നും പറയാനില്ല. നല്ല മേക്കിംഗ് ആണ്. പിന്നെ ആ ഒരു മെയിനായിട്ട് വരുന്നത് ആ തങ്കമണീനെ പറ്റിയിട്ടുള്ള ആ സീൻസൊക്കെ ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ശരി, അടുത്ത പടമായിട്ട് കാണാം. പിന്നെ ഒരു കാര്യം കൂടി, ദിലീപിൻ്റെ ആക്ടിങ്. ദിലീപ് എന്നാൾ റീസെൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അഭിനയ സാധ്യത ഉള്ള പടമാണ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഇനി വരാനുള്ളതും അതേപോലുള്ള പടങ്ങളാണെന്നുള്ളത്. പിന്നെ ഇതിൽ ദിലീപിൻ്റെ പെർഫോമൻസ് എടുത്തു പറയാനുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം അതിൽ വയസ്സായിട്ടുള്ളൊരു ക്യാരക്ടർ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിലുള്ള അടിപൊളിയായിട്ടുള്ള പെർഫോമൻസാണ് ദിലീപ് കാഴ്ചവെച്ചത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടത്, പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട് ആക്ഷനും കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഈ വയസ്സായിട്ടുള്ള ഒരു ദിലീപിൻ്റെ ക്യാരക്ടറാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ദിലീപ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ദീഖ് അടിപൊളിയാണ്. പിന്നെ അതിലുള്ള വില്ലൻ കഥാപാത്രം ചെയ്ത ആൾക്കാരൊക്കെ കൈകാര്യമാക്കിയിരിക്കുന്നു. അപ്പോൾ ഓക്കെ.